പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 156 പോർഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വിൽ ട്രയാങ്കിൾസ് ഓൾവേസ് എക്സിസ്റ്റ് വെൻ എ സെറ്റ് ഓഫ് ലെങ്ത് സാറ്റിസ്ഫൈസ് ദ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി. അതായത് സെറ്റ് ഓഫ് ലെങ്സ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എപ്പോഴും എക്സിസ്റ്റ് ആകുമോ, ഇത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് കഴിയും? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ സൈഡ് ലെങ്സുകൾ എടുക്കുമ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതെപ്പോഴും ട്രയാങ്കിൾ ഇങ്ങനെ എക്സിസ്റ്റ് ആകുമോ, അത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതാണ് question. Okay, we can be sure of the existence of a triangle only if we can show that the circle intersect internally whenever the triangle inequality is satisfied. അപ്പോൾ triangle inequality satisfied ആണെങ്കിൽ എന്താണ്, സർക്കിൾസ് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ, ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കണം? സർക്കിൾസ് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യണം. ബട്ട് ആർ ദർ അതർ പോസിബിലിറ്റീസ് വെൻ ദ ടു സർക്കിൾസ് ആർ constructed? Let us visualize and study them. The following different cases can be considered. അപ്പോൾ നമ്മൾ രണ്ട് സർക്കിൾസ് വരയ്ക്കുമ്പോൾ ഇവിടെ 3 കേസുകളാണ് വരുന്നത്. ഒന്ന് നോക്കിയാൽ സർക്കിൾസ് ടച്ച് ഈച്ച് അതർ, സർക്കിൾസ് തമ്മിൽ ടച്ച് ചെയ്യും. സർക്കിൾസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ് ലെങ്തുകൾ വെച്ച് ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകുമോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നോക്കിയായിരുന്നു അല്ലേ. നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ അത് ടച്ച് ചെയ്യാതെ ഇങ്ങനെ വരുന്ന ആർക്കുകൾ വരച്ചിട്ട് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെന്താ, സർക്കിൾ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ ഇൻറ്റേർണലി സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആർക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. നോട്ട് ദാറ്റ് വൈൽ കൺസ്ട്രക്റ്റിംഗ് ദ സർക്കിൾ വി ടേക്ക് ദ ലെങ്ത് ഓഫ് ദി ബേസ് എ ബി ഈസ് ഈക്വൽ ടു ലോങ്ങസ്റ്റ് ഓഫ് ദി ഗിവൺ ലെങ്ത്. അപ്പം നമ്മളിവിടെ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് എടുക്കുന്നത്? ദ ലെങ്ത് ഓഫ് ദി ബേസ് എ ബി എന്ന് പറയുന്നത് എങ്ങനെ എടുക്കും? തന്നിരിക്കുന്ന ലെങ്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. ഇപ്പോൾ 3, 4, 5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് 5 ആണ്, അത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. ദ റേഡിയൈ ഓഫ് ദി സർക്കിൾസ് ബി ദ സ്മോളർ 2 ലെങ്ത്സ്. റേഡിയസ് ആയിട്ട് എടുക്കുന്നത് എന്തെടുക്കും? റേഡിയ ഓഫ് ദി സർക്കിൾ നമ്മളെങ്ങനെ എടുക്കും? അതായത് എയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത് റേഡിയസ് ആണ്, അത് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. മറ്റ് 2 സ്മോളർ ലെങ്തുകൾ നമ്മൾ സർക്കിൾസിൻ്റെ റേഡിയൈ ആയിട്ട് എടുക്കും. ഈ 3 എണ്ണത്തിൽ ഏതാണ് ട്രയാങ്കിളിൻ്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലിയർലി ട്രയാങ്കിൾസ് ആർ ഫോംഡ് ഓൺലി വെൻ ദ സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ ഇൻറ്റേർണലി. കേസ് 3 ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും അല്ലേ. സർക്കിൾസ് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈച്ച് അതറായിട്ട് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ട്രയാങ്കിൾസ് ഫോം ആക്കാനായിട്ട് കഴിയത്തുള്ളൂ. ലെറ്റ് us study each of these cases by finding the relation between the radii and AB. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസും എ ബി, അതായത് ലോങ്ങസ്റ്റ് ലെങ്തും, അതായത് സ്മോളർ 2 ലെങ്സും ലോങ്ങസ്റ്റ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ സർക്കിൾ ടച്ച് ഈച്ച് അതർ അറ്റ് എ പോയിന്റ് അല്ലേ. കേസ് 1 നമ്മൾ കണ്ടു, ഒരു പോയിന്റിൽ സർക്കിൾസ് എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാൽ സം ഓഫ് ദി 2 റേഡിയൈ ഈസ് ഈക്വൽ ടു എ ബി. എപ്പോഴാണ് ഇത് ഈ കേസ് ഹാപ്പൻ ആകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ്? റേഡിയസിൻ്റെ സമ്മുകൾ എ ബിക്ക് ഈക്വലാകുമ്പോൾ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2, 3, 5 ഇങ്ങനെ മെഷർമെൻറ്റുകൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ലോങ്ങസ്റ്റ് ലെങ്ത് ആണ് എന്ന് പറഞ്ഞു, അത് 5 ആണ്. ഇത് നമ്മൾ എ ബി ആയിട്ട് എടുക്കുന്നു, ബേസ് എ ബി ആയിട്ട് എടുക്കുന്നു. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ
എ ബി 5 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നോക്കിയേ, അത് എന്തിന് ഈക്വലാണെന്ന് പറഞ്ഞേ, സം ഓഫ് ദി 2 റേഡിയൈ. അപ്പോൾ റേഡിയൈ ആയിട്ട് എടുക്കുന്ന എന്താണ് എന്ന് മേളിൽ നമ്മൾ പറഞ്ഞു, ദ റേഡിയൈ ഓഫ് ദി സർക്കിൾ ടു ബി ദി സ്മോളർ 2 ലെങ്സ്. ഇത് രണ്ടുമാണ് നമ്മൾ റേഡിയൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മിന് ഈക്വലാണ് എ ബി. നോക്കിയാൽ 2 + 3 5 വരും അല്ലേ. അപ്പോൾ 5 = 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സം ഓഫ് ദി 2 സ്മോളർ ലെങ്സ് = ലോങ്ങസ്റ്റ് ലെങ്ത്. ഇങ്ങനെ വരുന്ന കേസിലാണ് സർക്കിൾസ് ടച്ച് ഈച്ച് അതർ അറ്റ് എ പോയിൻറ്റ്. ഇത് ഹാപ്പൻ ആകുന്നത് ഈ ഒരു കേസിലാണ്. ഓക്കെ, കണ്ടോ, ഇതാ ഇങ്ങനെ വരും. കണ്ടോ, നമ്മൾ സർക്കിൾ എടുത്തിട്ട് ഇതിപ്പോൾ 5 സെൻറ്റിമീറ്റർ ഞാൻ പറഞ്ഞതുപോലെ എടുക്കുകയാണെങ്കിൽ അടുത്തത് 2 സെൻറ്റിമീറ്റർ ഉള്ള റേഡിയസ് ഉള്ള സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അടുത്ത ബിയിൽ വെച്ച് 3 സെൻറ്റിമീറ്റർ ഉള്ളത് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇത് രണ്ടും കൂടെ ഈ പോയിന്റിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അതായത് 2 + 3 ബേസായ 5 നമുക്ക് കിട്ടും. ഇനി നോക്കിയാൽ സർക്കിൾ ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഇൻറ്റേർണലി. ഇതെപ്പോഴാണ് ഹാപ്പൻ ആകുന്നത്? അപ്പോൾ അതാ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബേസ് നമ്മൾ ലോങ്ങസ്റ്റ് ലെങ്താണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 2, 3, 7 ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ബേസ് എ ബി നമ്മൾ 7 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ റേഡിയൈ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് റേഡിയസ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 + 3 = 5 എന്ന് കിട്ടും. ഈ 5 എ ബിയെക്കാട്ടിൽ ലെസ്സാണ്. ഇങ്ങനെ വരുന്ന കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? സർക്കിൾസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഇൻറ്റേർണലി. സർക്കിൾസ് ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യപ്പെടാത്തത് ഈ ഒരു കേസിലാണ്. അതായത് റേഡിയസിൻ്റെ സമ്മ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന ലോങ്ങസ്റ്റ് ലെന്തിനെക്കാട്ടിൽ ഷോർട്ടർ ആണെങ്കിൽ സർക്കിൾസ് എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യുകയോ ഇൻ്റർസെക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എ ബി നമ്മൾ 7 ആയിട്ട് എടുത്തു. അടുത്തത് 2 വെച്ചുള്ള റേഡിയസ്. അപ്പോൾ എ ബി 7 ആയിട്ട് എടുത്താൽ മിഡിലിൽ എന്ത് വരും? 3.5 വരും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാനിത് നിങ്ങളോട് പറഞ്ഞിരുന്നു. മിഡിലിൽ, കറക്റ്റ് മിഡിലിൽ 3.5 വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 റേഡിയസ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ചെറുതായിട്ട് ഇങ്ങനെ വരത്തുള്ളൂ. ഇനി 3 റേഡിയസ് ഉള്ളത് എടുത്താലോ, ഇങ്ങോട്ടും 3.5 ആണ്. അപ്പോൾ 3.5 വരെ എത്തത്തില്ല, ഇതാ ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഏത് കേസിലാണ് എന്ന് മനസ്സിലായല്ലോ. ഇൻറ്റേർണലി ഇൻ്റർസെക്റ്റ് ചെയ്യപ്പെടാത്തത് എപ്പോഴാണ്? സം ഓഫ് ദി 2 സ്മോളർ ലെങ്സ് ലെസ് ദാൻ ലോങ്ങസ്റ്റ് ലെങ്ത് വരുമ്പോഴാണ്. ഇനി സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അതെപ്പോഴാണ്? ഇതാ നോക്കിയേ, ഫോർ എക്സാമ്പിൾ 2, 3, 4 നമ്മളിങ്ങനെ എടുക്കുന്നു. ഇതിലെ ലോങ്ങസ്റ്റ് ലെങ്ത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇത് 4 ബേസ് ആയിട്ട് എടുക്കുന്നു. ഇനി 2 വെച്ചിട്ട് നമ്മൾ റേഡിയസ് വരയ്ക്കുമ്പോൾ എന്ത് വരും? ഇതാ ഇങ്ങനെ കിട്ടും. അടുത്ത 3 വെച്ച് വരച്ചാലോ, ഇതാ ഇങ്ങനെ വരും. അതായത് 4ൻ്റെ കറക്റ്റ് മിഡിലിൽ എന്ത് വരും? 2 വരും. ഇതാ ഇവിടെ നമുക്ക് 2 ആയിട്ട് എടുക്കാം അല്ലേ, സെൻറ്റർ 2 ആയിട്ട് എടുക്കാം. അപ്പോൾ 2 റേഡിയസ് ഉള്ളത് വെച്ച് വരച്ചാൽ ഇങ്ങനെ വരും. 3 റേഡിയസ് ഉള്ളത് വെച്ച് വരച്ചാലോ 2 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. അതായത് എ ബി എന്ന് പറയുന്നത് 4 ആണല്ലേ. ഇനി റേഡിയസിൻ്റെ സം എന്ന് പറയുന്നത് 2 + 3 ദാറ്റ് ഈസ് 5. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ എ ബി. എ ബി എത്രയായിരുന്നു? 4 ആയിരുന്നു. അപ്പോൾ സം ഓഫ് ദി റേഡിയൈ ഈസ് ഗ്രേറ്റർ ദാൻ ലോങ്ങസ്റ്റ് ലെങ്ത്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, സം ഓഫ് ദി 2 സ്മോളർ ലെങ്സ് ഗ്രേറ്റർ ദാൻ ലോങ്ങസ്റ്റ് ലെങ്ത്. ഇപ്പോൾ മനസ്സിലായല്ലോ. സം ഓഫ് ദി 2 സ്മോളർ ലെങ്ത് = ലോങ്ങസ്റ്റ് ലെങ്ത് ആണെങ്കിൽ എന്ത് ചെയ്യും? ടച്ച് ചെയ്യും. ഇനി ലെസ് ദാൻ സം ഓഫ് ദി 2 സ്മോളർ ലെങ്സ് ലെസ് ദാൻ ലോങ്ങസ്റ്റ് ലെങ്ത് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ആണ്. ഇനി സം ഓഫ് ദി 2 സ്മോളർ ലെങ്സ് ഗ്രേറ്റർ ദാൻ ലോങ്ങസ്റ്റ് ലെങ്ത് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ. ഈ ഒരു കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രയാങ്കിള് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകത്തുള്ളൂ. ക്യാൻ വി യൂസ് ദിസ് അനാലിസിസ് ടു ടെൽ ഇഫ് എ ട്രയാങ്കിൾ എക്സിസ്റ്റ് വെൻ ദ ലെങ്ത് സാറ്റിസ്ഫൈ ദി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി? ഇഫ് ദ ഗിവൺ ലെങ്ത് സാറ്റിസ്ഫൈ ദി ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, then the sum of the 2 smaller lengths is greater than the longest length. This means that this will lead to case 3
where the circles intersect internally and so a triangle exists. അപ്പോൾ നോക്കിയേ ഏത് കേസിലാണ് ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നത് എക്സിസ്റ്റ് ആവുന്നത്? മൂന്നാമത്തെ കേസിലാണ് അല്ലേ? സം ഓഫ് ദി ടു സ്മോളർ ലെങ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ലോങ്ങസ്റ്റ് ലെങ്ത് എന്നുള്ള ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ മാത്രമാണ് ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നത്. അതായത് കേസ് 3ൽ.